ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ മഞ്ചാടി എന്തായാലും ഒരു കത്ത് എഴുതി വെച്ചിട്ട് ജീവൻ രാജിൻ്റെ കൂടെ ഇറങ്ങി പോയിരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യാം, വേലി ചാടിയ പശുവിന് കോലുകൊണ്ട് മരണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയായിരിക്കും മഞ്ചാടിയുടെ അവസ്ഥ. എന്തായാലും ഇത്രയും വലിയൊരു സാഹസം മഞ്ചാടി ചെയ്തത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണെന്ന് അവൾ തിരിച്ചറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും മഞ്ചാടി പോയത് ആരും അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് റൂം വൃത്തിയാക്കാൻ ചെന്ന നമ്മുടെ അമ്പിളിയാണ് ഒരു ലെറ്റർ അവിടെ കിടക്കുന്നത് കണ്ടത് കേട്ടോ. കൂടെ തന്നെ നമ്മുടെ മഞ്ചാടി അവിടെ എവിടെയും കാണുന്നില്ല എന്നുള്ള കാര്യം കൂടി അമ്പിളി ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്താണ് ആ ലെറ്റർ കണ്ടതും. അത് വായിച്ചു നോക്കുമ്പോൾ അച്ഛൻ എനിക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നിയ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. ഞാൻ ജീവൻ രാജിൻ്റെ കൂടെ പോവുകയാണ്. മറ്റൊരാളെ എനിക്ക് ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാനും സങ്കല്പിക്കാനും കഴിയില്ല. അച്ഛൻ പറഞ്ഞ പോലെ സിംഗപ്പൂരിലേക്ക് പോകാനും എനിക്ക് കഴിയില്ല. ദയവ് ചെയ്ത് എന്നെ തടയരുത്, എന്നെ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് മഞ്ചാടി ഒരു ലെറ്റർ അവിടെ എഴുതി വെച്ചിട്ട് സ്ഥലം വിട്ട് കളയാണ് കേട്ടോ. നോക്കണേ, ഒരുത്തൻ പട്ടാപ്പകല് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അതും മയക്കുമരുന്ന് കലർന്ന ജ്യൂസ് കൊടുത്തിങ്ങായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചവളെ ആ ഗോകുല് ജീവൻ പണയം വെച്ചിട്ട് രക്ഷിച്ചു കൊണ്ടുവന്നപ്പോൾ അവന് തന്നെ കുറ്റപ്പെടുത്തി ജീവൻ രാജിന് അന്നേ അവള് വെള്ള പൂശിയവളുവാ. അതിനുശേഷം സത്യമൊക്കെ അറിഞ്ഞപ്പം നമ്മുടെ ഗോകുലിനെ കെട്ടാന്നും പറഞ്ഞ് അവള് കുടുംബക്കാരുടെ കൂടെയൊക്കെ നിന്ന് എല്ലാം റെഡിയാക്കി. അവസാനം ജീവൻ രാജ് പിന്നെ ഇളിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവളെല്ലാം മറന്നു. ഇവക്ക് പണ്ടേ ജീവൻ രാജിന് ഇഷ്ടമായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. എന്തായാലും അനന്തമാഷിന്റെ മക്കളിൽ ഏറ്റവും പിഴ ഈ മഞ്ചാടി തന്നെയാണ് കേട്ടോ. ഒരുത്തൻ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ച ഒരുത്തനെ പിന്നെ ഏതൊരു പെണ്ണും വിശ്വസിക്കാനൊന്നും മടിക്കില്ലേ. ജീവൻ രാജിന്റെ അടുത്തുനിന്ന് എന്തായാലും മഞ്ചാടിക്ക് 8ന്റെ അല്ല 16ന്റെ പണി തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. കാരണം ജീവനും അറിയാം ഇവള് ഇപ്പം പിണക്കിയാല് വലിയ പ്രശ്നം ഉണ്ടാവുമെന്നും ഒക്കെ ഓർത്തുകൊണ്ടാണ് ജീവൻ രാജ് ഇവളെ കൂടെ കൊണ്ടുപോകുന്നത്. ജീവൻ രാജിന്റെ ഉള്ളിൽ എന്തായാലും ആ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ട്. ആ ഒരു വാസന എന്തായാലും അവൻ പുറത്തെടുക്കുകയും ചെയ്യും. മഞ്ചാടി മിക്കവാറും എല്ലാം നഷ്ടപ്പെട്ട് അനന്തമാഷിന്റെ കാൽ കീഴിൽ തന്നെ വരേണ്ടി വരും. ആ സമയത്ത് ഇവരെല്ലാവരും കൂടി അയ്യോ പാവം പൊന്നനിയത്തിയാന്നും പറഞ്ഞിട്ട് പോയി അവളെ സംരക്ഷിക്കാതിരുന്നാൽ മതി. അവളായിട്ട് തിരഞ്ഞെടുത്ത വഴിയാണ്. ഒരനുഭവം ഉണ്ടായിട്ട് പഠിക്കാത്തവളെ പിന്നെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആരും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അവളുടെ തീരുമാനമല്ലേ, അവൾക്ക് അവളുടെ ജീവിതമാണ് വലുത്. അങ്ങനെയൊക്കെ വലിയ ഡയലോഗ് പറഞ്ഞ് പോയതുകൊണ്ട് തന്നെ വീട്ടുകാർ അവളെ സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും മഞ്ചാടി പോകുന്ന വഴിക്ക് നമ്മുടെ വിനയനാണ് അവളെ കാണുന്നത് കേട്ടോ. വിനയനാണല്ലോ പൊതുവേ എല്ലാവരെയും കണ്ടുപിടിക്കുന്നത്. അങ്ങനെ മഞ്ചാടി പോകുന്നത് കണ്ട് എന്തൊരു പന്തികേട് തോന്നിയ വിനയൻ അവളെ ഒന്ന് ഫോളോ ചെയ്യാണ്. അപ്പോഴാണ് അവളൊരു കാറിൽ ആ ജീവൻ രാജിൻ്റെയും കൂട്ടുകാളിൻ്റെയും കൂടെ കാറിൽ കയറി പോകുന്നത് കണ്ടത്. കുറച്ചു നേരം നമ്മുടെ വിനയൻ ഫോളോ ചെയ്ത് നോക്കിയെങ്കിലും പിന്നീട് അവർ കാറും വെച്ച് മറ്റെങ്ങോട്ടോ പോകും. കാറ് മറ്റൊരു റൂട്ടിലേക്ക് പോയി. ആ സമയത്ത് നമ്മുടെ വിനയൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് രഘുവേട്ടനെയും ദാസറിനെയും വിവരം അറിയിക്കുകയാണ് കേട്ടോ. നീ എത്രയും പെട്ടെന്ന് ആ കാറിനെ ഫോളോ ചെയ്ത് കണ്ടുപിടിക്കുക, അപ്പോഴേക്കും ഞങ്ങളും അവിടെ എത്താമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇവർ എന്ത് വില കൊടുത്ത് നമ്മുടെ ജീവൻ രാജിനെയും മഞ്ചാടിയെയും കണ്ടുപിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഇതേ സമയത്ത് മഞ്ചാടിയും ജീവൻ രാജും കൂടെ ഒരു കായലിൽ നമ്മുടെ തോണിയൊക്കെ ഇട്ട് അതിലൂടെയാണ് പോകുന്നത് കേട്ടോ. മിക്കവാറും ആൾപ്പാർപ്പില്ലാത്ത ഏതെങ്കിലും ഒരു വിജനമായ ദ്വീപ് പോലത്തെ സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് രക്ഷപ്പെടാനായിരിക്കും. എന്തായാലും ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിമ്മും അല്ലെ ഇതൊക്കെ എന്താ പറയുക ഫോൺ ട്രേസ് ചെയ്യുന്നൊന്നും നടക്കലുണ്ടാവില്ല. കാരണം ജീവൻ രാജ് ആദ്യം തന്നെ അവൻ്റെ ഫോണെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട്. മഞ്ചാടി അതുപോലെ തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്. എന്തായാലും മഞ്ചാടി ഇവർ അന്വേഷിച്ച് കണ്ടുപിടിക്കാത്തത് തന്നെയാണ് നല്ലത്. ഇതിലെന്തായാലും കണ്ടുപിടിച്ച് അവളെ പിടിച്ച് കൊണ്ടുവരും. അനന്തമാഷിനെ കാര്യമൊന്നും അറിയിക്കാതെ വീണ്ടും മഞ്ചാടി അവിടെ എത്തിക്കാനാണ് സാധ്യത. പക്ഷെ മഞ്ചാടി അങ്ങനെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ ഇവൻ്റെ ജീവന്റെ കയ്യിൽ നിന്ന് തന്നെ നല്ല പണി അവൾക്ക് കിട്ടണം. എന്നിട്ട് പിന്നെ അവൻ അവളെ ഉപേക്ഷിച്ച് പോവുകയും വേണം. എന്നാലേ അവൾ ഈ കാണിച്ച അഹങ്കാരത്തിന്, കാരണം എല്ലാ ധൈര്യം കൊടുത്ത് ഒരാപത്ത് കഴിഞ്ഞിട്ട് അവളെ എന്താ പറയുക അത്രമാത്രം സ്നേഹിച്ച് അവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തവളാണ് അവളുടെ ചേച്ചിമാരും അച്ഛനും. എന്നിട്ട് ആ ഒരു നന്ദിയും ഒരു ഇതും കാണിക്കാതെ അവൾ അവളുടെ കാര്യം നോക്കി പോയതാണെങ്കിലോ ഇതുപോലൊരു അലവലാദീൻ്റെ കൂടി. ഗോകുലിനോട് അവൾ ചെയ്ത ചതിയാണ്. അവൾ കാരണം ഗോകുൽ എത്ര നാൾ വെറുതെ ഒരു തെറ്റും ചെയ്യാതെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കിടന്നില്ലേ. എന്നിട്ട് ഇപ്പോൾ അവൾ അതേ ജീവൻ രാജിൻ്റെ കൂടെ തന്നെ ഒളിച്ചോടിയിരിക്കുന്നു. നാട്ടുകാരറിഞ്ഞ അനന്തമാഷിന് പിന്നെ മാനക്കേട് ഒഴിഞ്ഞിട്ട് നേരെ ഉണ്ടാവില്ല. പോരാത്തതിന് സുശീല അറിഞ്ഞാലോ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തായാലും മിക്കവാറും മഞ്ചാടി ജീവന്റെ പിടിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ രഘുവേട്ടനും വിനയനും ദാസാറും കൂടി മോചിപ്പിക്കാൻ മതി.
അനന്തമാഷിന്റെ കാര്യങ്ങളൊന്നും പണ്ടേ ഇവരെ അറിയിക്കാത്തത് കൊണ്ട് അങ്ങനെ തന്നെയായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത്. മഞ്ചാടിക്ക് പക്ഷെ ഒരു പണി കിട്ടിയാൽ മാത്രമേ അവൾ തിരുത്തുകയുള്ളൂ. നല്ലൊരു പണി തന്നെ കിട്ടണം. പണ്ട് ദയക്ക് കിട്ടിയ പണിയൊന്നും ഒന്നുമല്ല. ദയ പിന്നെയും നന്നായിന്നെങ്കിലും പറയാം. പക്ഷെ മഞ്ചാടിയാണ് കൂട്ടത്തിൽ ഏറ്റവും വശം. ഇല്ലെങ്കിൽ അവൾ ഇങ്ങനൊരു കൊടുംചതി അനന്തമാഷിനോടും കുടുംബത്തിനോടും ചെയ്യില്ലായിരുന്നു. മഞ്ചാടി മറ്റാരുടെ കൂടെ പോയാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആ ജീവൻ രാജിന്റെ കൂടെ അവൾ എന്ത് വിശ്വസിച്ചാണോ പോയത്? അല്ലെങ്കിൽ തന്നെ ഒരു ലോജിക്കും ഇല്ലാത്ത സ്റ്റോറിയാണല്ലോ ഇത്. ഒരിക്കലും എന്താ പറയുക, റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരുത്തന്നെ ഏതെങ്കിലും ഒരു പെണ്ണ് സ്നേഹിക്കുമോ? സ്നേഹിച്ചാൽ തന്നെ അവനെ വിശ്വസിക്കാൻ പറ്റുമോ? അവനെന്തായാലും അവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മഞ്ചാടിയെ ഉപേക്ഷിക്കാൻ മതി. രഘുവേട്ടനും ദാസാറും വിനയനും എല്ലാവരും കൂടി ജീവൻ രാജിന്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്. ജീവനെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്, അവൻ പോകാനിടയുള്ള സ്ഥലങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ചോരക്കളിയാണ്, ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല. മഞ്ചാടി ഒരിക്കലും അവൻ്റെ കൂടെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ള താക്കീതൊക്കെ നൽകിയിട്ടായിരിക്കും പോകുന്നത്. അതിനുശേഷം ജീവന്റെ അച്ഛനും അമ്മയും ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ്. ഒരു പ്രശ്നത്തിൽ നിന്നും കരകയറി അവൻ വീണ്ടും പഠിച്ചൊരു മിടുക്കനാവും, നല്ലൊരു ഭാവി അവൻ ഉണ്ടാവുമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു അവൻ്റെ പാരൻസ്. അപ്പോഴാണ് മഞ്ചാടി അവൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ള വാർത്ത ഇവരറിയുന്നത്. ഇവരാകെ തകർന്നിരിക്കുകയാണ്. എന്നാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എങ്ങനെ അവർക്ക് ധൈര്യം വന്നു? അനന്തമാഷിനോട് ഇങ്ങനെ ഒരു ചതി മഞ്ചാടിക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി എന്നൊക്കെ ചിന്തിക്കാം കേട്ടോ. ഒരു കണക്കിന് ജീവനേക്കാൾ വിഷം മഞ്ചാടിക്കാണ്. അനന്തമാഷിനെ ഓർത്ത് നമ്മളിങ്ങനെ ചെയ്യണോ, നീ ഒന്നുകൂടി ആലോചിക്കുന്നെല്ലാം ജീവൻ പറയുന്നുണ്ട്. പക്ഷെ മഞ്ചാടിയാണ് അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ജീവന്റെ കൂടെ തുള്ളിച്ചാടി പുറപ്പെട്ടു പോയത്. ജീവൻ ഈ നിമിഷം വന്നാൽ പോലും ഞാൻ ഇപ്പം ഇറങ്ങി വരുന്നാണ് അവൾ തലേന്ന് വൈകുന്നേരം പോലും പറഞ്ഞത്. പക്ഷെ അത്രമാത്രം അവൾക്ക് ധൃതിയാണ് ജീവന്റെ കൂടെ പോയി ജീവിക്കാൻ. പഠിച്ച് ഉന്നതിയിൽ എത്തണമെന്നും ഉന്നത വിദ്യാഭ്യാസം നേടി അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നൊക്കെയായിരുന്നു ഇത്രയും നാൾ അവളുടെ ഒരു ആഗ്രഹവും ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പം ജീവന്റെ കൂടെ ജീവിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം വെച്ച് ബാക്കി എല്ലാം വേണ്ടെന്ന് വെച്ചാണ് അവൾ പോയിരിക്കുന്നത്. എന്തായാലും അനന്തമാഷിന് യഥാർത്ഥത്തിൽ മനസ്സിലാവണം മഞ്ചാടി എന്ന താൻ എന്താ പറയുക ഓമനിച്ച് വളർത്തിയ മകളുടെ യഥാർത്ഥ സ്വഭാവം അനന്തമാഷ് തിരിച്ചറിയുക തന്നെ വേണം. ഇവളെ പിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ പോലും ഇവള് ജീവന്റെ കൂടെ ഒളിച്ചോടിപ്പോയ കഥ അനന്തമാഷിനോട് പറയുക തന്നെ വേണം. അങ്ങനെയാണ് മഞ്ചാടിക്ക് ശിക്ഷ കിട്ടേണ്ടത് തന്നെ. എന്തായാലും വീണ്ടും അടുത്ത കിടിലം വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.